ഇന്ന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഒരു പാനിൽ ആദ്യം കുറച്ച് നെയ്യ് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി വരുന്ന നെയ്യിൽ 1 കപ്പ് നാളികേരം ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നാളികേരത്തിലെ ആ വെള്ളത്തിൻ്റെ അംശം മാറുന്നു വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അതിനുശേഷം അതേ പാനിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് അതും കുറച്ച് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ നാളികേരും അണ്ടിപ്പരിപ്പും ഇതുപോലെ ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് ശർക്കരയിൽ 1/2 കപ്പ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഉരുകി വരുമ്പോൾ അരിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടുന്ന പരുവത്തിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പൊടിയും പൊടിച്ചെടുത്തിട്ടുള്ള നാളികേരം കാഷ്യൂനട്ട് മിക്സും ചേർത്ത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1 നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ചൂട് മുഴുവൻ ആറുന്നതിന് മുൻപായിട്ട് കൈ വെച്ചിട്ട് അതിൽ വല്ല കട്ടകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചതിന് ശേഷം കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ലഡു റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.